ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നതിനായി മേജർ രവി നമ്മളോടൊപ്പം ചേരുന്നു. ശ്രീ മേജർ രവി, ഡൽഹിയിലെ ആ ഉഗ്രസ്ഫോടനം അതൊരു ചാവേറാക്രമണം എന്നുള്ള സൂചനകളിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തിച്ചേർന്ന് നിൽക്കുന്നത്. താങ്കൾക്ക് എന്താണ് ഈ അവസരത്തിൽ പ്രതികരിക്കാനുള്ളത്? ഞാൻ ഇന്നലെയും പറഞ്ഞതാണ്, ഇത് ഒരു ടെററിസ്റ്റ് അറ്റാക്ക് എന്നുള്ളത്. അത് ചാവേറാണെന്നുള്ളത് കൺഫേം ആണെങ്കിൽ യെസ്. പക്ഷേ എങ്കിലും 2-3 കാറുകൾ ഒരുമിച്ച് ബ്ലാസ്റ്റ് ആയിട്ടുണ്ട് എന്നുള്ളതാണല്ലോ നമ്മൾ ആദ്യം കണ്ടിട്ടുള്ളത്. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്തത് ഒരാളാണോ അതോ 3 കാറിലും ആൾക്കാരുണ്ടായിരുന്നോ എന്നുള്ളതെല്ലാം സൂക്ഷ്മം. പക്ഷെ എന്ത് തന്നെയായാലും ശരി, ദിസ് ഇസ് ആൻ ഇൻഡിക്കേഷൻ. ഇപ്പം പേൽഗാമിന് നമ്മളൊരു ഒരു അടി തിരിച്ചടിച്ച് കൊടുത്തിട്ടുള്ളത് ഞങ്ങൾക്ക് പോരാ, കുറച്ചുകൂടെ ഞങ്ങൾക്ക് വേണം എന്നുള്ളതിൻ്റെയാണ് ഇപ്പൊ ഈ ഇതുപോലുള്ള സൂചനകൾ. അതിൽ പിന്നെ നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാക്കണം, ഇന്നിപ്പോ ഈ മിലിറ്റൻസിന്റെ ഒരു ഓപ്പറേറ്റീവ് മോഡ് എന്ന് പറയുന്നത് വളരെ വിചിത്രമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സാധാരണഗതിയിൽ ഒരു 5 ലക്ഷം കൊടുത്താൽ കിട്ടുന്ന ടെററിസ്റ്റുകളോ അതൊന്നുമല്ല. ഇപ്പം എന്ന് വെച്ചാൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടില്ല. ഇവർ കയറുന്ന എവിടെയാണ്? മെഡിക്കൽ കോളേജിലും എഞ്ചിനീയറിംഗ് കോളേജിലും അല്ലെങ്കിൽ IAS-നും IPS-നും പഠിക്കുന്നവരിൽ നിന്നാണ് ഈ ടെററിസ്റ്റ് ആക്ടിവിറ്റി സിസ്റ്റം പോലെ നടക്കുന്നത്. സോ ഇതൊക്കെ നോക്കുന്ന സമയത്ത് നമ്മുടെ രാജ്യം ഹാസ് ടു ബി വെരി വെരി സ്ട്രിക്റ്റ് ഓൺ ദീസ് കൈൻഡ് ഓഫ് തിങ്സ്. എവിടെയാണെന്നുള്ളത് ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞു, അത് ഇത്രയും CCTV-യും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് പെട്ടെന്ന് പിടിക്കും. ഇന്നലെ രാത്രി തന്നെ എടുത്ത് പിടിച്ചിരിക്കുന്നു. സോ എന്ത് തന്നെയായാലും ശരി, ഇത് ഇറ്റ്സ് എ വാർണിംഗ് ഫോർ us to be more stronger and collectively we got to fight this terrorism. ഇനി രണ്ടാമത് വരാൻ സമ്മതിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ ലൈഫ് ഇപ്പൊ സ്മൂത്ത് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ലൈഫിനെ ഡിസ്റപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. കാരണം എങ്ങനെയെങ്കിലും മോദി ഗവൺമെന്റിനെ താഴത്തേക്ക് ഇറക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തും ചെയ്യാമെന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ് ഇവന്മാരെല്ലാം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനിപ്പോ ടെററിസ്റ്റുകളെ കൂട്ടുപിടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ then you know ഇതുപോലുള്ള ആളുകൾ ഇപ്പോൾ അധികാരത്തിൽ കയറി കഴിഞ്ഞാൽ എന്തായിരിക്കും നാളെ എന്നുള്ളത്. ഞാൻ ഇനി അധികം പറയുന്നത്, ഞാൻ ഫ്ലൈറ്റിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ശ്രീനഗർ പോയിട്ട് ഇവിടെ എത്തിയതിനു ശേഷം വിളിക്കാം. ശരി, വളരെ നന്ദി ശ്രീ മേജർ രവി പ്രതികരിച്ചതിന്.